കേരളത്തിലെ ആദ്യ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? ഉത്തരം പ്രൊഫസർ ജോൺ സി ജേക്കബ് എന്ന ജോൺ സി മാഷ്. കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ്? ഉത്തരം ഏഴുമലയിൽ. കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി ക്യാമ്പ് നടന്നത് ഏതു വർഷമാണ്? ഉത്തരം 1977. കേരളത്തിൽ എത്ര കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട്? ഉത്തരം 2. ലോക ചരിത്രത്തിൽ ആദ്യമായി വനം സംരക്ഷണത്തിനായി എഴുത്തുകാർ ചേർന്ന് പരിസ്ഥിതി സംഘടന രൂപവൽക്കരിച്ചത് എവിടെയാണ്? ഉത്തരം കേരളത്തിൽ. വനം സംരക്ഷിക്കാൻ വേണ്ടി ആദ്യമായി എഴുത്തുകാർ ചേർന്ന് രൂപവൽക്കരിച്ച പരിസ്ഥിതി സംഘടനയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം സുഗതകുമാരി. പ്രകൃതി സംരക്ഷണ പ്രവർത്തകർക്കുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ആദ്യ വൃക്ഷമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം സുഗതകുമാരി. സൈലന്റ് വാലിയിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് ഡോക്ടർ കെ.എസ്. മണിലാൽ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഫ്ലോറ ഓഫ് സൈലന്റ് വാലി. 1988 ഇത് പ്രസിദ്ധീകരിച്ചത്. സൈലന്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിനായുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ പ്രശസ്ത നർത്തകി ആരാണ്? ഉത്തരം മൃണാളിനി സാരാഭായ്. കേരള സർക്കാരിന്റെ ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം പ്രൊഫസർ ജോൺ സി ജേക്കബിന്. കേരള സർക്കാരിന്റെ വനമിത്ര പുരസ്കാരം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഉത്തരം 2005-2008. പരിസ്ഥിതി സംബന്ധമായി ഏറ്റവും അധികം പുസ്തകങ്ങൾ എഴുതിയ മലയാളി ആരാണ്? ഉത്തരം CK കരുണാകരൻ IFS. ആനകൾ ഏറ്റവും അധികം കാണപ്പെടുന്ന കേരളത്തിലെ വനമേഖല ഏതാണ്? ഉത്തരം വയനാട്. വേമ്പനാട്ട് കായലിന് നടുവിലുള്ള പ്രസിദ്ധമായ ദ്വീപ് ഏതാണ്? ഉത്തരം പാതിരാമണൽ. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം ശെന്തുരണി. ശെന്തുരണി വന്യജീവി സങ്കേതത്തിന് ആ പേര് ലഭിക്കാൻ കാരണമായ വൃക്ഷം? ഉത്തരം ചെന്തുരണി എന്ന ദേശജാതി മരം. കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി മാസിക ഏതാണ്? ഉത്തരം മൈന. പ്രൊഫസർ ജോൺ സി ജേക്കബിന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം ഹരിതദർശനം. കേരളത്തിലെ ചെറുതും വലുതുമായ എല്ലാ പരിസ്ഥിതി സംഘടനകളെയും ഒന്നിപ്പിക്കാനായി ഗ്രീൻ കമ്മ്യൂണിറ്റി എന്ന കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? ഉത്തരം ആന്റണി എന്ന ആൻഡപ്പൻ അമ്പിയായം. 17-ാം നൂറ്റാണ്ടിൽ 100-ലധികം പണ്ഡിതന്മാരുടെ സഹായത്തോടെ ഡച്ച് ഗവർണർ തയ്യാറാക്കി ലാറ്റിൻ ഭാഷയിൽ 12 വാല്യങ്ങളിലായി പ്രസിദ്ധീകരിച്ച വിഖ്യാത സസ്യശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ബൃഹത് ഗ്രന്ഥം തയ്യാറാക്കിയ ഡച്ച് ഗവർണർ ആരാണ്? ഉത്തരം ഹെൻറിക് വാൻ റീഡ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഇതിഹാസ തുല്യമായ കൃതി മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്ത വ്യക്തി ആരാണ്? ഉത്തരം ഡോക്ടർ കെ.എസ്. മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഉത്തരം കേരളത്തിലെ സസ്യങ്ങൾ. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം ആംസ്റ്റർഡാമിൽ നിന്ന്. 1678 മുതൽ 1693 കാലഘട്ടത്തിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ ആദ്യ അധ്യായം ആരംഭിക്കുന്നത് ഏത് സസ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്? ഉത്തരം തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ സഹായിച്ച മലയാളിയായ വൈദ്യൻ? ഉത്തരം ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസും ഇട്ടി അച്യുതനും എന്ന പ്രസിദ്ധമായ മലയാള ഗ്രന്ഥത്തിന്റെ കർത്താവ്? ഉത്തരം ഡോക്ടർ കെ.എസ്. മണിലാൽ.
പരിസ്ഥിതി സംബന്ധമായി ഒരു മലയാളി എഴുതിയ ആദ്യ തമിഴ് ഗ്രന്ഥം ഏതാണ്? ഉത്തരം നമത് വന വിലങ്ക് ശരണാലയങ്ങൾ. 2000-ലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. നമത് വന വിലങ്ക് ശരണാലയങ്ങൾ എന്ന തമിഴ് ഗ്രന്ഥത്തിന്റെ രചയിതാവ്? ഉത്തരം പെരിന്തൽമണ്ണ കെ രാമചന്ദ്രൻ. ചാമ്പൽ മലയണ്ണാന്റെയും മാക്കാച്ചിക്കാടയുടെയും ചിത്രങ്ങളെടുത്ത് ആദ്യമായി പത്രമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? ഉത്തരം പെരിന്തൽമണ്ണ കെ രാമചന്ദ്രൻ. കേരളത്തിലെ വൃക്ഷങ്ങളെക്കുറിച്ച് എഴുതപ്പെട്ട ബൃഹത്തായ ഗ്രന്ഥം ഏതാണ്? ഉത്തരം കേരളത്തിലെ വൃക്ഷങ്ങൾ. ഡോക്ടർ ടി.ആർ. ജയകുമാരിയും ആർ. വിനോദ് കുമാറും ചേർന്നാണ് ഈ പുസ്തകം തയ്യാറാക്കിയത്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഇന്ദിര പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം സുഗതകുമാരിക്ക് ശേഷം ലഭിച്ച മലയാളി വനിത ആരാണ്? ഉത്തരം 2003 കൊല്ലക്കൽ ജി ദേവകി അമ്മയ്ക്ക്. കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മഹാപ്രതിഭ ആരാണ്? ഉത്തരം ഇന്ദുചൂടൻ അഥവാ പ്രൊഫസർ കെ നീലകണ്ഠൻ. മലയാളികളായ പക്ഷി നിരീക്ഷകരുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ഉത്തരം കേരളത്തിലെ പക്ഷികൾ. കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം ഇന്ദുചൂടൻ. ഇന്ദുചൂടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം പ്രൊഫസർ കെ നീലകണ്ഠൻ. പുല്ലുതൊട്ട് പുനാര വരെ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം ഇന്ദുചൂടൻ. മലയാളത്തിന്റെ ക്രോമോസോം വനിത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കെ ജാനകിയമ്മാൾ. സസ്യശാസ്ത്ര രംഗത്ത് ആഗോള പ്രശസ്തിയായ മലയാളി വനിത ആരാണ്? ഉത്തരം കെ ജാനകിയമ്മാൾ. കാസർഗോഡിന്റെ ശാപം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം എൻഡോസൾഫാൻ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ചിങ്ങം 1. സൈലന്റ് വാലി പ്രശ്നം ആദ്യമായി പത്രങ്ങളിലൂടെ ലോകത്തെ അറിയിച്ചത് ആരാണ്? ഉത്തരം പ്രൊഫസർ കെ പ്രസാദ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നടത്തിയ ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം ആൻഡപ്പൻ അമ്പിയായം. പ്രസിദ്ധീകരിച്ച് 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് അമൂല്യമായ വിവരങ്ങൾ അതിലുണ്ടെന്ന് അറിയാമായിരുന്നിട്ടും പരിഭാഷപ്പെടുത്താൻ 330 വർഷം കാത്തിരിക്കേണ്ടി വന്ന ഗ്രന്ഥം? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. കാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരെവിടെ മക്കളെ. പ്രസിദ്ധമായ ഈ വരികളുടെ രചയിതാവ് ആരാണ്? ഉത്തരം അയ്യപ്പ പണിക്കർ. ഞാൻ വിത്തിട്ട് പോകാൻ ഒരുങ്ങുന്നു. വിത്തുകൾ തുടർന്നും വിതയ്ക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ ചുമതലയാണ്. ആരും രക്ഷകനെ പ്രതീക്ഷിച്ചിരിക്കേണ്ട, നിങ്ങൾ തന്നെയാണ് രക്ഷകൻ. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ജോൺ സി ജേക്കബ്. ശ്യാമയാം നിശബ്ദ കാനനമേ, നിന്നെ ആനന്ദ ബാഷ്പം നിറഞ്ഞ മിഴികളാൽ ഞാനൊന്നൊഴിഞ്ഞുകൊള്ളട്ടെ. കരം കൂപ്പി ഞാനൊന്ന് കണ്ടു നിന്നോട്ടെ മതിവരെ. ആരുടെ വരികളാണ് ഇത്? ഉത്തരം സുഗതകുമാരി. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടന്നു. നടു നിവർക്കാനൊരു കുളിർ നിഴൽ നടന്നു. പകലുറക്കത്തിനൊരു മലർവിരി നടന്നു. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം ONV കുറുപ്പ്. നിങ്ങളുടെ ദൂരദർശിനികൾ പ്രകൃതിയുടെ അറ്റത്തേക്ക് തുറന്നു വയ്ക്കുക. സൂക്ഷ്മദർശിനികൾ നിങ്ങൾക്കുള്ളതിലേക്കും അപ്പോൾ ബോധ്യമാകും രണ്ടും ഒന്നു തന്നെയെന്ന്. ഇവിടെ തുടങ്ങട്ടെ ആദ്യ പാഠം. ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം ജോൺ സി ജേക്കബ്. കേരളത്തിലെ ആദ്യ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? ഉത്തരം ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിലെ ആദ്യ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്?
ഉത്തരം പെരിയാർ കടുവ സങ്കേതം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം പെരിയാർ കടുവ സങ്കേതം.